ഇങ്ങനെ പട്ടികളെ തുറന്നു വിട്ട അതിനൊരു വഴി കണ്ടെത്താതെ പറ്റുന്നില്ല. രണ്ടിനെ ഞാൻ വെട്ടിക്കൊന്നു, മൂന്നിനെ ഞാൻ തല്ലിക്കൊന്നു. അത് ഇനിയും ചെയ്യും. എന്ത് കേസ് വന്നാലും ഒരു വിഷയമില്ല. വർക്കലയിൽ ഒരു പാവപ്പെട്ട ഒരു വയോവൃദ്ധന് പട്ടി കടിച്ചു കൊന്നു. അന്ന് ജോസ് മാവേലിയുടെ നേതൃത്വത്തിൽ, അമ്പൂരിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വർക്കലയിൽ പോയി. അതിന്റെ പേരിൽ 2 വർഷമാണ്, 5 വർഷമാണ് ഞങ്ങൾ കോടതി കയറി ഇറങ്ങിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തപരമായി ചെയ്തിരിക്കും. അത് എന്ത് തന്നെയായാലും ഒന്നിനെ വെട്ടിക്കൊന്നു, ഒന്നിനെ ഞെക്കിക്കൊന്നു, ഒന്നിനെ തല്ലിക്കൊന്നു. അത് ഇനിയും ചെയ്യും. കാരണം എന്റെ വേലിക്കകത്ത്, എന്റെ കോമ്പൗണ്ടിൽ തെരുവുനായ കടന്നാൽ ഞാൻ അതിനെ ആക്രമിച്ചിരിക്കും, ഞാൻ അതിനെ കൊന്നിരിക്കും. കാരണം ഇതുപോലെ ഓരോരുത്തരും ഇതുപോലെ പ്രതികരിക്കില്ല എങ്കിൽ, ഇന്ന് നിങ്ങൾ കണ്ടില്ലേ, ഒരു പാവപ്പെട്ട മനുഷ്യന്റെ, സിയ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മകളെ തെരുവുനായ കടിച്ച് കീറി റാബീസ് വന്ന് ആ കുട്ടി മരിച്ചു, ആ കുട്ടി മരണപ്പെട്ടു. അങ്ങനെ 100 കണക്കിന് കുട്ടികളാണ് ഈ കേരളത്തിൽ മരണപ്പെടുന്നത്. ഇതിനൊരു പരിഹാരം കണ്ടേ തീരൂ. ഇതിനു വേണ്ടി ജോസ് മാവേലിയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. അത് വർഷങ്ങളായി. പക്ഷേ അതിന്റെ പേരിൽ അദ്ദേഹം ഒരുപാട് ത്യാഗമനുഭവിക്കേണ്ടതായിട്ട് വന്നു. കാരണം അദ്ദേഹത്തിന്റെ 2 സ്ഥാപനങ്ങൾ മനഃപൂർവ്വമായിട്ട്, അത് ആ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ പാവപ്പെട്ട കുട്ടികളെ 3000-ഓളം പാവപ്പെട്ട തെരുവിൽ നിന്ന് 3000-ഓളം പാവപ്പെട്ട കുട്ടികളെ എടുത്തു വളർത്തി, അവർക്ക് ആഹാരം കൊടുത്ത്, വസ്ത്രം കൊടുത്ത്, അവർക്ക് എല്ലാ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ഉയർത്തി, അവർ ഗവൺമെന്റ് ജോലികളിലെല്ലാം, ബാങ്കുകളില്, അതുപോലെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം ഇന്ന് ജോലി ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുന്നു. പക്ഷേ ഈ തെരുവുനായ വിഷയം അവതരിപ്പിച്ചത് കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, നല്ല ഈ തെരുവുനായയിൽ നിന്നും ഈ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഇറക്കി പുറപ്പെട്ടത് കൊണ്ട് അതിന് പ്രതികാരമെന്നോളം അദ്ദേഹത്തിന്റെ 2 സ്ഥാപനങ്ങളാണ് റെയ്ഡ് നടത്തി പൂട്ടിക്കുകയും ശ്രീമാൻ ജോസ് മാവേലിയെ 14 ദിവസം ഒരു കാരണവുമില്ലാതെ റിമാൻഡ് ചെയ്തു. പ്രിയമുള്ളവരെ, ഈ വലിയ ദുരന്തത്തിൽ നിന്നും ഇനിയും ഒരു മാലാഖ കൊച്ചു ഇതുപോലെ വരാൻ പാടില്ല. ഇനിയും തെരുവ് പട്ടികൾ നമ്മുടെ പാവം കൊച്ചുമക്കളെ കടിച്ചു കയറാൻ പാടില്ല. ഇവിടെ ജനങ്ങൾക്ക് ജീവിതം നൽകണം. മനുഷ്യരാണ് ഇവിടെ വലുത്, അല്ലെങ്കിൽ മൃഗങ്ങളല്ല. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? വിദേശ രാജ്യങ്ങളിൽ ഒരു സ്ഥലത്തും, ഒരു രാജ്യത്തും ഇതുപോലെ ഇത്രയും തെരുവ് നായ്ക്കൾ ഇങ്ങനെ നടക്കുന്നില്ല. തെരുവ് നായ്ക്കൾ ഇങ്ങനെ കടിച്ചു കയറി മനുഷ്യരെ കൊല്ലുന്ന ഒരു രാജ്യം ഇവിടെ ഇല്ല. അവരെല്ലാം അതിന് ആധുനിക മോഡൽ സംവിധാനങ്ങൾ അവർ നിർമ്മിച്ചു കഴിഞ്ഞു. എല്ലാ തെരുവ് നായ്ക്കളും എവിടെയുണ്ടെങ്കിലും അവർക്ക് ഡോഗ് പാർക്കുകൾ നൽകുന്നുണ്ട്, അവർക്ക് ഷെൽട്ടറുകൾ നൽകുന്നുണ്ട്. അല്ല തെരുവിൽ ഇങ്ങനെ മനുഷ്യരെ കടിക്കാൻ അഴിച്ചുവിടുന്നില്ല. അതുകൊണ്ട് ബഹുമാനോട് മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഇതിനൊരു സർവകക്ഷി യോഗം വിളിച്ചിട്ട് ഈ മഹാദുരന്തത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കണം. കേരളത്തെ ഇന്ത്യക്ക് മാതൃകയാക്കുവാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് സർവേ എടുത്ത് നോക്കിയാൽ അറിയാം, 99.9% ആളുകളും പറയണത്, 99.9% ആളുകൾ പറയുന്നത് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും തെരുവ് പട്ടികളെ മാറ്റണമെന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിനൊരു പരിഹാരം കാണാത്തത്? പരിഹാരം കാണുക. ഇതിനാണ് നമുക്ക് വികസനം എന്ന് പറയുന്നത്. വികസനം എവിടെയാണ്? നമുക്കിവിടെ കുറെ തുറമുഖങ്ങളും കുറെ റെയിൽവേ സ്റ്റേഷനുകളും കുറെ എയർപോർട്ടുകളും മാത്രം വന്നാൽ മതിയോ? ജനങ്ങൾക്ക് അവിടേക്ക് കയറി ചെല്ലണ്ടേ? ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ഒരു യാത്രയ്ക്ക് ചെന്നപ്പോൾ 4 തെരുവ് പട്ടികളെ എന്റെ പിന്നാലെ ഓടിച്ചിട്ട് തന്നെ. എന്നറിയാമോ, എനിക്കിത്ര ആരോഗ്യം ഉണ്ടായിട്ട് പോലും എനിക്ക് പേടിയാണ്. അപ്പോൾ തെരുവ് പട്ടികളെ ഇപ്പോൾ വിമാനത്തിൽ പോലും കയറുവാൻ പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ എവിടെ ചെന്നാലും തെരുവ് പട്ടികളാണ്.
എവിടെ പോയാലും ബസ് സ്റ്റാൻഡുകൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാ സ്ഥലവും തെരുവ് പട്ടികൾ കീഴടക്കിയിരിക്കുകയാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും. അതുകൊണ്ട് കേരളത്തില് ഈ തെരുവ് പട്ടികളെ മാറ്റുവാനായിട്ട് കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഒരേ ചിന്താഗതിക്കാരാണ്. തെരുവ് പട്ടികളെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരളത്തെ മാതൃകാ സംസ്ഥാനമാക്കൂ. മുഖ്യമന്ത്രിക്ക് കയ്യടി നേടാം. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരേ രാജ്യം ചിന്തിച്ചുകൊണ്ട് കേരളത്തെ മാതൃകയാക്കാം. നിങ്ങൾ ഇവിടെ രാഷ്ട്രീയം കളിക്കില്ലേ, വോട്ട് രാഷ്ട്രീയം മാറ്റൂ. നിങ്ങൾ പരസ്പരം പഴിചാരല്ലേ. ഞങ്ങളുടെ പ്രാർത്ഥന അതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ തെരുവ് പട്ടികളെ മാറ്റുന്ന കാര്യത്തിൽ ഒരുമിക്കണം, ഒരുമിച്ചേ മതിയാകൂ. ഇവിടെ ഇപ്പോൾ ഒരു സമരം നടത്താനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ, ഒരു വിമോചന സമരം ഇറങ്ങിത്തിരിച്ചാൽ, രാഷ്ട്രീയ പാർട്ടികൾ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ സപ്പോർട്ടില്ലെങ്കിൽ ആ സമരത്തെ അടിച്ച് തകർത്ത് കളയുന്ന അനുഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത് മുഴുവനും. അപ്പോൾ അതുകൊണ്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഇതിനു വേണ്ടി ശബ്ദം ഉയർത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ ഒരുമിച്ചുകൊണ്ട് തെരുവ് പട്ടികളെ ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടി, തെരുവ് പട്ടികളെ ജനവാസത്തിന് വേണ്ടി പരിശ്രമിക്കുക. ഇവിടെ നമ്മളൊരു സർവേ എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇപ്പോഴത്തെ തെരുവ് പട്ടികളുടെ എണ്ണം എത്രയായിരിക്കും? 10 ലക്ഷം കഴിഞ്ഞിരിക്കും. അടുത്ത വർഷം ഈ 10 ലക്ഷം 40 ലക്ഷത്തിലേക്കാണ് പോകുന്നത്. 40 ലക്ഷത്തിലേക്ക് 4 ഇരട്ടിയാണ് വർദ്ധിക്കാൻ പോണത്. ഇങ്ങനെ വർദ്ധിച്ച് എവിടെ ചെല്ലും? ജനങ്ങൾക്ക് പുറത്തിറങ്ങണ്ടേ?